തുർക്കിയുടെ ആയുധങ്ങളുമായി ജമ്മു കാശ്മീരിലൂടെ അതിർത്തി കടന്ന് നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തി ഭീകരർ. ഫെബ്രുവരി 19 രാവിലെ നിയന്ത്രണ രേഖയിലെ നാഥാവു എന്ന സ്ഥലങ്ങളിൽ ആ ഏരിയകൾ സന്ദർശിച്ചുകൊണ്ട് സംശയാസ്പദമായ തീവ്രവാദ നീക്കങ്ങൾ കണ്ടെത്തിയതായാണ് ജമ്മുവിലെ ഒരു സൈനിക വക്താവ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ വീണ്ടും ഇന്ത്യയെ ലക്ഷ്യമാക്കി ഭീകരർ ഇവിടെ കടന്നു കയറി മറ്റ് ഗൂഢ പദ്ധതികൾ തന്ത്രങ്ങൾ മെനയുന്നതായിട്ടാണ് സൂചനകൾ പുറത്തുവരുന്നത്. അതായത് വ്യക്തമായി തന്നെ ഇന്ത്യ ആക്രമിക്കണമെന്ന പദ്ധതിയാണ് ഇവർ ഇവിടെ മെനയുന്നതെന്നും ഒരു സൂചനയാണ് പുറത്തുവരുന്നത്. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ സുന്ദർബാനി പ്രദേശത്താണ് ഇത്തരത്തിൽ നിയന്ത്രണ രേഖയിലൂടെ തന്നെ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. എന്നാൽ ഈ ഒരു ശ്രമത്തെ ആകട്ടെ ഇന്ത്യൻ സൈന്യം വലിയ രീതിയിൽ പരാജയപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സൈന്യം തന്നെയാണ് ഇക്കാര്യങ്ങൾ പുറത്ത് ഈ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. പ്രദേശത്ത് നടത്തിയ തിരച്ചിലിൽ നിരവധി ആയുധങ്ങൾ ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. വൈറ്റ് നൈറ്റ് കോപ്സിന്റെ ഭാഗമായി തന്നെ ക്രോസ് ഗോഡ് ആൻഡ് ഡിവിഷനിലെ സൈനികരാകട്ടെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള നഥുവ ഹബ് സുന്ദർബാനി പ്രദേശത്ത് വിപുലമായി തിരച്ചിൽ നടത്തി വരികയാണ്. വിവിധ സ്ഥലങ്ങളിൽ ഇവിടങ്ങളിൽ നിന്നും രക്തക്കറകൾ കണ്ടെത്തിയതായും ഇവർ വ്യക്തമാക്കുന്നു. മാത്രമല്ല ഒരു AK-47 റൈഫിൽ, 2 മാഗസീനുകൾ, വെടിമരുന്ന്, 3 ബാഗുകൾ, പുതപ്പുകൾ, അതുപോലെ തന്നെ ഇവരുടെ ഭക്ഷണ സാമഗ്രികളായ റേഷൻ, വസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെ തന്നെ നിരവധി ആയുധങ്ങൾ ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തിരിക്കുകയാണ്. നിലവിൽ ഈ പ്രദേശത്ത് ഓപ്പറേഷൻ തുടരുകയാണ് എന്നതാണ് ഇപ്പോൾ ഇത്തരത്തിൽ സൈന്യം നൽകുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല സൈന്യമാകട്ടെ വേഗത്തിൽ തന്നെ വെടിയുതിർക്കുകയും അവിടെ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്താൻ തങ്ങൾക്ക് സാധിച്ചതായി തന്നെ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു. ആയതിനാൽ തന്നെ ഒരു കണക്കിന് ഈ ഓപ്പറേഷൻ വിജയകരമാണ് എന്ന് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത്. അതേപോലെ സംയോജിത കര വ്യോമ നിരീക്ഷണങ്ങളിലൂടെ തന്നെ പ്രദേശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം അത് ഉറപ്പാക്കാൻ സൈനികരെ ശരാശരി പുനഃസ്ഥാപിക്കുകയും ചെയ്തതായി സൈന്യം അറിയിക്കുകയും ചെയ്തു. മുഴുവൻ മേഖലയും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. അതായത് സൈന്യത്തിന്റെ പൂർണ്ണമായ കൺട്രോളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവിടെ മുന്നോട്ട് പോകുന്നതെന്നും ഇവിടെ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ നേരത്തെ പൂഞ്ച് ജില്ലയിൽ നിന്ന് ഒരു തദ്ദേശീയനെ സൈന്യം അറസ്റ്റ് ചെയ്യുകയും ഇയാളിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഒരു ഡിസാസ് സിഖാന, അതുപോലെ പിസ്റ്റലുകൾ, മറ്റ് വെടിമരുന്നുകൾ, വെടിക്കോപ്പുകൾ അടങ്ങുന്ന നിരവധി ആയുധങ്ങളാണ് ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 15 9mm ലൈവ് റൗണ്ടുകൾ അടക്കം ഇയാളുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തതായി തന്നെ സൈന്യം അറിയിക്കുകയാണ്. അറസ്റ്റിലായ വ്യക്താക്കൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ആ വ്യക്തികൾക്ക് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികളുമായും കള്ളക്കടത്തുകാരുമായും നേരിട്ട് ബന്ധമുണ്ട് എന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇപ്പോൾ സൈന്യം സ്ഥിരീകരിച്ചതായി തന്നെ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.